യു.ഡി.എഫിലെ സീറ്റ് വിഭജനം കേരള കോൺഗ്രസിന്റെ കാലിൽ തട്ടി വീണ്ടും കുരുങ്ങുകയാണ്. 2 സീറ്റ് വേണം എന്നുള്ള ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിലും അവർ സ്വീകരിച്ച നിലപാടിൽ നിന്നും മനസ്സിലാകുന്നത്. കോട്ടയം, ഇടുക്കി, ചാലക്കുടി ഇതിലേതെങ്കിലും ഒരു സീറ്റിൽ തനിക്ക് മത്സരിക്കണം എന്ന് പി.ജെ. ജോസഫ് ആവർത്തിച്ച് കേരള കോൺഗ്രസ് നേതൃത്വത്തെയും യു.ഡി.എഫ് നേതൃത്വത്തെയും അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കേരള കോൺഗ്രസിന് 2 സീറ്റ് വേണം എന്നുള്ള അവരുടെ ആവശ്യത്തോട് യു.ഡി.എഫ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അനുകൂലമായ നിലപാടല്ല ഇന്നും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് 2ാമത്തെ സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നുമാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. വീണ്ടും ചൊവ്വാഴ്ച അതേക്കുറിച്ച് കേരള കോൺഗ്രസ് നേതൃത്വമായി കോൺഗ്രസ് ചർച്ച നടത്തുകയും ചെയ്യും. പക്ഷേ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. ഇന്നും പി.ജെ. ജോസഫ് തന്റെ നിലപാടിൽ യാതൊരു മാറ്റമില്ലാതെ തന്നെ അദ്ദേഹം ഉറച്ചു തന്നെ നിന്നു. ഉഭയകക്ഷി ചർച്ചയ്ക്ക് പോകുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ താൻ തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നാണ് പി.ജെ. ജോസഫ് പറയുന്നത്. മാണിക്കാണെങ്കിൽ പി.ജെ. ജോസഫിനെ മത്സരിപ്പിക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. ഒട്ട് ജോസ് കെ മാണിക്കും അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പി.ജെ. ജോസഫിന് ചാലക്കുടിയോ ഇടുക്കിയിലോ കോട്ടയത്തോ മത്സരിക്കണമെന്ന കടുംപിടുത്തമുണ്ടെങ്കിൽ പി.ജെ. ജോസഫ് പാർട്ടി വിട്ട് പോകട്ടെ എന്നാണ് മാണിയുടെയും ജോസ് കെ മാണിയുടെയും മനസ്സിലിരിപ്പ്. ഏതായാലും കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷം പൂർണ്ണമായി മാറിയിട്ടില്ല എന്നാണ് ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയ്ക്കൊടുവിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം. ചൊവ്വാഴ്ച വീണ്ടും ചർച്ച വച്ചിട്ടുണ്ട്. അന്ന് എന്താകുമോ എന്തോ. മാണി അയയുമ്പോൾ ജോസഫ് മുറുകും, ജോസഫ് മുറുകുമ്പോൾ മാണി അയയും. 2 സീറ്റ് വേണമെന്നുള്ള കാര്യത്തിൽ ഇന്നും കോൺഗ്രസ് നേതൃത്വത്തോട് കടുംപിടുത്തം പിടിച്ചുവെന്നാണ് മാണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. പക്ഷേ മാണിയുടെ മനസ്സിലിരിപ്പ് എല്ലാവർക്കും അറിയാം. അങ്ങനെ 2ാമത്തെ സീറ്റ് ചോദിച്ചാൽ കോൺഗ്രസ് തരികയില്ല. കാരണം മാണിക്ക് ഒരു കാര്യം അറിയാം, ഇങ്ങനെ ആവർത്തിച്ച് 2ാമത്തെ സീറ്റ് വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ യു.ഡി.എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ആ സീറ്റ് വിട്ടു തരില്ല എന്ന് മാണിക്ക് ഉറപ്പായിട്ടും അറിയാം. ബാർകോഴ വിഷയത്തിൽ യു.ഡി.എഫുമായി ഇടഞ്ഞു നിന്ന മാണിയെ അനുനയിപ്പിക്കാനായിരുന്നല്ലോ കേരള കോൺഗ്രസിന് അന്ന് കോൺഗ്രസ് വലിയ ചർച്ചയൊന്നും നടത്താതെ ആ രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയത്. അതേ ചൊല്ലിയുള്ള കലാപമൊക്കെ ഇപ്പോഴും കോൺഗ്രസിനുള്ളിലുണ്ട്. അത് തിരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ആ വിഷയം ഇങ്ങനെ പൊന്തി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ചൊവ്വാഴ്ച നടക്കുന്ന ചർച്ചയിൽ കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടതെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മാണിയും പറയുന്നത്. ഇന്നും മാണി പറഞ്ഞു, ഞങ്ങൾ ആ സീറ്റിനായിട്ട് ആവർത്തിച്ച ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നാണ് മാണി പറയുന്നത്. കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. ചൊവ്വാഴ്ച കൊണ്ട് അക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടായി യു.ഡി.എഫ് വലിയ പ്രശ്നമില്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമെന്ന് ആണ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം കേരള കോൺഗ്രസിന്റെ കാര്യത്തിലും യു.ഡി.എഫിന്റെ കാര്യത്തിലൊക്കെ എന്നാണ് അന്തിമ തീരുമാനം ആകുകയെന്ന്.